ആൾക്കൂട്ട കൊലപാതകത്തിൽ പിടിയിലായ പ്രതികളിൽ 4 പേർ BJP അനുഭാവികളെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരികയാണ്. 1, 2, 3, 5 പ്രതികളാണ് BJP അനുഭാവികൾ. കേസിലെ 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഗുരുതരമായ ആരോപണങ്ങൾ RSSനെതിരെ ഉയർത്തുന്നതിനിടയിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിർണായകമായ റിപ്പോർട്ട് വരുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? വിനീത, വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിന് ശേഷം ഇന്ന് മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നത് സംഘപരിവാർ പ്രവർത്തകരാണ് ഈ പ്രതികൾ എന്നുള്ളതായിരുന്നു. ഏതായാലും ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം ഈ രാംനാരായണനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായിട്ടുള്ള 5 പ്രതികളിൽ 4 പേരും സജീവ BJP പ്രവർത്തകരാണ്. ഇവർ BJP അനുഭാവമുള്ളവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അവിടെ നേരത്തെ സുബൈർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ജിനേഷ് ഉൾപ്പെടെ ആ കോടതിയിലേക്ക് എത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ പിടിയിലായിട്ടുള്ളതിൽ 4ാം പ്രതി ആനന്ദൻ ഇയാൾ CITU പ്രവർത്തകനാണ് എന്നുള്ളതും ഇപ്പോൾ ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഇനിയും കൂടുതൽ പ്രതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാവാനുണ്ട്. ചില ആളുകൾ കേരളം വിട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനകളുണ്ട്. ഏതായാലും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് ഇന്ന് രാവിലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു. ഇതിനു ശേഷമാണ് ഇപ്പോൾ ഇതാ സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പിടിയിലായ 5 പ്രതികളിൽ 4 പേർ സജീവ BJP പ്രവർത്തകരാണ്, ഒരാൾ CITU പ്രവർത്തകൻ. നോക്കൂ ഇക്ബാല്, ഇതിലിപ്പോൾ ഇയാളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ള നടപടികളൊക്കെ പൂർത്തിയാവുകയാണ്. അന്വേഷണം ഏത് രീതിയിലാണ്? പോലീസ് പ്രത്യേക സംഘം ഇത് അന്വേഷിക്കുന്നുണ്ട്. എത്രത്തോളം ആളുകൾക്ക് ഇതിൽ കൂടുതൽ ബന്ധമുണ്ട് എന്നാണ് സംശയിക്കുന്നത്? ഇവരൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ആളുകളാണോ? മറ്റു വിശദാംശങ്ങൾ എന്താണ് പോലീസ് നൽകുന്നത്? വാളയാർ അട്ടപ്പള്ളം സ്വദേശികളുള്ള ചില ആളുകൾ കൂടി ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാവാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഏതായാലും അറിയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ചും SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ഉൾപ്പെടെ ഈ പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്ന ഇന്നലെ തന്നെ ഒരു ആവശ്യം ഉയർന്നിരുന്നു. ഏതായാലും രാംനാരായണന്റെ ചില രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഈ പ്രതികൾക്കെതിരെ ചുമത്തുക. മാത്രമല്ല, ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ചില വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചുമത്തുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ പോലീസ് എന്തായാലും ഈ പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകളും ദൃശ്യങ്ങളും ശേഖരിക്കുന്നതിന്റെ വലിയ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കൂടുതൽ പ്രതികളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് ഈ രാംനാരായണൻ മരിച്ചു വീണു എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള കൂടുതൽ ആളുകളിൽ നിന്ന് ചോദ്യം ചെയ്യുക, അവരിൽ നിന്നെല്ലാം കൂടുതൽ മൊഴിയെടുത്ത് ആരെല്ലാമാണ് രാംനാരായണനെ മർദ്ദിച്ചത് എന്നുൾപ്പെടെ പോലീസ് സംഘം പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ചില സ്ത്രീകൾ ഉൾപ്പെടെ രാംനാരായണനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവർക്കെല്ലാം വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.